ഹായ് ഹായ്. ഇന്ന് ഞങ്ങളുടെ കള്ളുഷാപ്പിലാണ്. കള്ളുഷാപ്പിലാണ് ഇന്നത്തെ ഫുഡ്. അപ്പോൾ നിങ്ങളതൊന്ന് പരിചയപ്പെടുത്താം. കള്ളുഷാപ്പിലെ ഫുഡൊക്കെ അടിപൊളിയാണ്. അടിപൊളി ഫുഡുകളാണ് കള്ളുഷാപ്പിലൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് കള്ളിയിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. നല്ല തണുത്ത തെങ്ങിൻ്റെ കള്ളാണ്. കള്ളിയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാൻ വിളിച്ച് ഫസ്റ്റ് ഞങ്ങൾക്ക് വെച്ച് ഗണപതിക്ക് വെച്ചിട്ട് കഴിക്കാവുള്ളൂ എന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ അപ്പവും ബീഫും കപ്പയും പോർക്കും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഇനി കഴിച്ചിട്ട് വേണം അടുത്തത് ഓർഡർ ചെയ്യാൻ. പിന്നെ കാത്തിരിക്കും. നമുക്ക് തുടങ്ങാം. നല്ല മാറ്റി വെക്കും. എന്നിട്ട് നമുക്ക് ചേഴ്സ് ആക്കാം. എല്ലാവർക്കും ചേഴ്സ്. സൂപ്പറാണ്. ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മിറക്കൽ ഫ്രൂട്ട് പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നോ? ഞങ്ങൾ വരുമ്പോൾ മിറക്കൽ ഫ്രൂട്ട് കഴിച്ചായിരുന്നു. എന്നുവെച്ചാൽ ഇത് പുളിയാണ്, ഭയങ്കര പുളിയായിരിക്കും കള്ളി. ഇപ്പം നല്ല മധുരമാണ് കള്ളി മിറക്കൽ ഫ്രൂട്ട് കഴിച്ചുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ബീഫുണ്ട്, പോർക്കുണ്ട്, അപ്പോൾ നമ്മൾ കപ്പയുണ്ട്, അപ്പമുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് കള്ളൊരു സിപ്പ് ചെയ്യുക, ടച്ചിങ്സ് അടിക്കുക. അതുപോലെയാണ്. നല്ല മധുരമുണ്ട്. അപ്പം തിന്നു തുടങ്ങാം. രമ്യക്ക് പോർക്കാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് ബീഫാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞങ്ങൾ ബീഫ് കഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ള് ഷാപ്പിലെ ഫുഡ് അടിപൊളിയാണ്. അടിപൊളി ഫുഡായിരിക്കും കള്ള് ഷാപ്പിൽ. കാരണം വെച്ചാൽ നല്ല എരിവും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടായിരിക്കും പാചകം ചെയ്യുക. ഇന്ന കള്ള് ഷാപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒത്തിരി കള്ള് ഷാപ്പുകളിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കള്ള് ഷാപ്പിലൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നല്ല അടിപൊളി ഫുഡുകളായിരിക്കും കള്ള് ഷാപ്പിൽ കൂടെയൊക്കെ കിട്ടുക. ആൾക്കാരൊക്കെ വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരിക്കും കള്ള് ഷാപ്പിൽ കൂടെയൊക്കെ കിട്ടുക. ഏത് കള്ള് ഷാപ്പിൽ പോകുന്നത് ഓരോ കള്ള് ഷാപ്പും വെറൈറ്റിയാണ്. അപ്പോൾ വെറൈറ്റി ഫുഡുകളായിരിക്കും ഓരോ ഷാപ്പിലും കിട്ടുക. അതുപോലെ തന്നെ നല്ല അടിപൊളി ഫുഡുകളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കള്ള് ഷാപ്പിലൊക്കെ ഇടയ്ക്കൊന്ന് പോയിട്ട് ഫുഡൊക്കെ ഇത് കഴിച്ച് നോക്കുക. സൂപ്പറായിരിക്കും. ഒരു ദിവസം നമുക്ക് പോവാം. ഒരു ദിവസം നമുക്ക് പോയിട്ട് എല്ലാവരും പിള്ളേരൊക്കെ കൊണ്ടുപോകാം. കുഴപ്പമില്ല. നല്ല ഫാമിലിയായിട്ടൊക്കെ പോയി കള്ള് കുടിക്കേണ്ടവർക്ക് കുടിക്കാം, കുടിക്കേണ്ടാത്തവർക്ക് കുടിക്കണ്ട. പക്ഷേ കള്ള് ഷാപ്പിൽ പോയിട്ടുള്ള ഫുഡ് സൂപ്പർ ഒരു വൈബാണ്, ഒരു പ്രത്യേക ഒരു വൈബാണ്. അപ്പോൾ അത് കഴിച്ചു നോക്കുക. നമ്മൾ ഇന്ന കള്ള് ഷാപ്പ് നമ്മൾ കള്ള് ഷാപ്പ് പ്രൊമോട്ട് ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലൊന്നും അല്ല ചെയ്യുന്നത്. ഷാപ്പിലെ ഫുഡ് നല്ലതാണ്. കാരണം ഇന്ന കള്ള് ഷാപ്പ് നല്ലതാണ് എന്ന് നിങ്ങളുടെ ചിലർ എടുക്കരുത്. അപ്പോൾ ഇന്ന ഷാപ്പ് എന്നുള്ളത് എല്ലാ ഷാപ്പും നല്ല അടിപൊളിയാണ് എല്ലാ ഷാപ്പിലെ ഫുഡും. കാരണം നല്ല എരിവൊക്കെ ഇട്ട് നല്ല മുരിച്ചെടുത്ത് ഇറച്ചികളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡായിരിക്കും. എല്ലാവരും ഒന്ന് കള്ള് ഷാപ്പിലെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത്. ആവശ്യമുള്ളവർക്ക് കള്ള് കുടിക്കാം, അല്ലാത്തവർക്ക് ഫുഡ് മാത്രമായിട്ടെങ്കിലും കഴിക്കും. കള്ള് കുടിച്ച് കഴിയുമ്പോൾ ഇനി വിശന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചും കൂടെ ഓർഡർ ചെയ്യും. അപ്പോൾ എന്താ പറയുക, അടിപൊളി ഒരു വൈബാണ് കള്ള് ഷാപ്പിലൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കാതെ വരുന്നത്. നല്ല കാറ്റൊക്കെ വന്നിട്ട് ഇവിടെ പുറകിൽ പുഴയാണ്, താഴ്വശം പുഴയാണ്. അപ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ട്. വന്നിരുന്ന് മുള കാണുന്നില്ലേ? മഞ്ഞ മുള കാണുന്നില്ലേ? മുള കാണുന്നില്ലേ? മഞ്ഞ മുള കാണുന്നില്ലേ? ഉണ്ടോ? മുള ഫോറസ്റ്റിൻ്റെയാണ്. അതിൻ്റെ താഴെ പുഴയാണ്. അപ്പോൾ ലക്ഷം ഒഴിക്കുക. പോർക്ക് ചാറിലിങ്ങനെ മുക്കുക. എന്നിട്ട് അതിൽ ഒരു കഷ്ണം കയറ്റുക. നല്ലൊരു കഷ്ണം കയറ്റുക. ഞങ്ങൾ ഷാപ്പ് പിടിയാന്നോ അല്ലെങ്കിൽ ഷാപ്പിലെ പ്രൊമോഷൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എല്ലാ ഷാപ്പിലെയും ഫുഡ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും. വെറൈറ്റിയാണ്. അടിപൊളി ഫുഡാണ്. അപ്പോൾ ഫാമിലിയായിട്ട് പോകാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മിസ് ചെയ്യരുത്. മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീരാ നഷ്ടമായിരിക്കും. ഷാപ്പിലെ ഫുഡൊക്കെ എല്ലാവരും കള്ള് വേണ്ടവർക്ക് കഴിക്കാം, അല്ലെങ്കിൽ
ഒഴിവാക്കാം. അത് നിങ്ങളുടെ സൗകര്യം. നമ്മളുടെ ഒരു മന്ത്രി ആരുടെ പറഞ്ഞില്ലായിരുന്നു, പോഷകാഹാരമാണ്. നല്ല തെങ്ങിൻകള്ള്, നല്ല തണുത്ത തെങ്ങിൻകള്ള്. അപ്പം ഫിനിഷ് ചെയ്ത് ഞങ്ങൾ കപ്പയിലേക്ക് കിടക്കി. കപ്പയുടെ കിടക്കാണ്. സൈഡില് പോർക്കില്ല, സൈഡിൽ പോർക്കുന്നില്ല. കുറച്ച് നമുക്ക് കുറച്ച് നേരം കണ്ണൊഴിക്കാം. കറിവേപ്പില പറക്കി 10 ദിവസം വീഡിയോ കാണാം. സന്ധ്യ വീണ്ടും കണ്ണൊഴിച്ചിരിക്കുന്നു. കപ്പയാണ്. കപ്പ, പോർക്കുണ്ട്, ബീഫുണ്ട്. ഒരു കുടം കള്ളെന്ന് പറഞ്ഞ് കഴിച്ച് 2-2.5 ഗ്ലാസ്സോളം ഉണ്ടാവും. 2 4 4.5 ഗ്ലാസ്സോളം ഉണ്ടാവും. രമ്യ ഇരുന്ന് കരയുന്നു, ഭയങ്കര എരിവാന്ന് പറഞ്ഞിട്ട്. അതൊക്കെ തീർത്ത് കരയും എടുത്തിട്ട് അത് എരിവാണ്, വാഴക്ക് എരിയണം. ഷാപ്പിലേക്ക് ഭയങ്കര എരിവല്ലേ. എൻ്റെ വായ കത്തണം, വായ കത്തണം, വായ എരിയും ചെയ്യണം. ഭയങ്കര നല്ലൊരു വേണ്ടിട്ടോ എരിവാണ് ഷാപ്പിലെ ഫുഡിന്. അതാണ് ഷാപ്പിലെ ഫുഡിൻ്റെ പ്രത്യേകത. പൊളി സാധനമാണ്. എല്ലാവരും ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി വരുമാനം. അത് വെക്കണമെന്നാണ്. കഴിക്കില്ല. എത്ര ഉണ്ടോ? 4 ഗ്ലാസ് ഉണ്ട്. എത്ര കുടം കള്ളുണ്ടോ? ഒരു കുടം കണ്ട്. ഈ ഒരു കുടത്തിന് ഒരു കുടം കള്ള്. ഇതിൻ്റെ വാഴക്ക് എരിയണം, വായം കത്തണം. ഒരു രക്ഷയില്ല. ഭയങ്കര നല്ലൊരു വേണ്ടിട്ടോ എരിവാണ് ഷാപ്പിലെ ഫുഡിന്. അതാണ് ഷാപ്പിലെ ഫുഡിൻ്റെ പ്രത്യേകത. പൊളി സാധനമാണ്. എല്ലാവരും ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി വരുമാനം. മധുരം കള്ളില് മിറക്കിൾ ഫ്രൂട്ട് കഴിച്ചാൽ ഭയങ്കര മധുരം. അത് വെക്കണമെന്നാണ്. കഴിക്കില്ല. എത്ര ഉണ്ടോ? 4 ഗ്ലാസ് ഉണ്ട്. എത്ര കുടം കള്ളുണ്ടോ? ഒരു കുടം കണ്ട്. ഈ ഒരു കുടത്തിന് ഒരു കുടം കള്ള്. അപ്പോൾ നമ്മുടെ ഷാപ്പിലെ ഫുഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ കാണാം. ഭയങ്കര വയറും കത്തുന്നു. വയറും കത്തണം. അങ്ങനെ പോകും. അപ്പോൾ ഒരു മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.